Good afternoon. Good afternoon, ma'am. Good afternoon. Prayer start ചെയ്തോളൂ ട്ടോ. പ്രയർ സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാ കടാശങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാ കടാശങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. പാരിലാലംബഹീനരായോരെ സേവിപ്പാൻ ശക്തി നൽകണം. സത്യധർമാദി സദ്ഗുണങ്ങള ജീവിതം ധന്യമാക്കണം. ബുദ്ധനും മഹാവിഷ്ണുവും യേശു ക്രിസ്തുവും നബി അല്ലാഹുവും എല്ലാം ഏകണമെന്ന വേദാന്തം ഞങ്ങളിൽ ദൃഢമാക്കണം. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാ കടാശങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. ഏകണേ ഞങ്ങൾക്കെപ്പോഴും. ഏകണേ ഞങ്ങൾക്കെപ്പോഴും. താങ്ക് യു. Okay. എല്ലാവരും റെഡി അല്ലേ? വിഷു ആഘോഷമാണല്ലേ നമുക്ക്? ചിക്കു റെഡി അല്ലേ? Yes, ma'am. സ്റ്റാർട്ട് ചെയ്തോളൂ ട്ടോ. Okay, ma'am. Good afternoon, ma'am. Good afternoon, friends. ഇന്ന് നമ്മുടെ വിഷു ഈസ്റ്റർ സെലിബ്രേഷൻ ആണ്. MT16 ബാച്ചിന്റെ വിഷു ഈസ്റ്റർ സെലിബ്രേഷനിലേക്ക് മാമിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇതിൽ പങ്കെടുക്കുന്ന നമ്മുടെ കൂട്ടുകാരെയും പങ്കെടുക്കാത്തവരും. എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് പല സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും നിങ്ങൾ പങ്കെടുക്കാത്തത്. എങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ, ഇങ്ങനെ ചെറിയ ചെറിയ അവസരങ്ങളാണ് ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ വീണ് കിട്ടത്തുള്ളൂ. ആ അവസരങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തണം. നാളെ ഇങ്ങനൊരു അവസരം കിട്ടത്തില്ല. അപ്പോൾ അതില് ഖേദം പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല. ആ അവസരങ്ങൾ, ചെറിയ ചെറിയ അവസരങ്ങൾ വരുമ്പോൾ അത് ഉപയോഗിച്ച് മുന്നിലേക്ക് വരാൻ എല്ലാവരും ശ്രമിക്കുക. അതാണ് എനിക്കൊന്ന് നിങ്ങളോടെല്ലാം പറയാനുള്ളത്. മാമിനെയും ഫ്രണ്ട്സിനെയും എല്ലാവരെയും ഞാൻ ഈ ആഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു മാം. മാം സുബി ഉണ്ടോന്നൊന്ന് നോക്കൂ. സുബി സുബിയുണ്ടോ? അവനായിട്ടില്ല തോന്നുന്നു. മഞ്ജു രാഗേഷ് ഇല്ലേ? മഞ്ജു രാജ്. ഇല്ല മാം, മഞ്ജു ഇല്ലെന്ന് തോന്നുന്നു. സുബി ഇല്ലല്ലേ? സുബിയുടെ ആയിരുന്നു ഫസ്റ്റ് സോങ്. മഞ്ജുവിന്റെ മോള് ഇന്ന് ശബരിമല പോവാണ്, അപ്പൊ അതിന്റെ തിരക്കിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലുബ്ന 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 പാട്ട് പാടാവോടാ? ഓക്കെ, എന്നാ സോങ് തുടങ്ങാവോ? ഞാൻ പാട്ട് പാടാൻ ലുബ്നെ ക്ഷണിക്കുന്നു. ക്യാമറ ഓൺ ആക്കിയിട്ട് ചെയ്യാട്ടോ. റേഞ്ച് ചെറിയൊരു പ്രശ്നമുണ്ടോ? കറക്റ്റ് ആയിട്ട് കേൾക്കുന്നില്ലടാ. ഇപ്പൊ കുഴപ്പമില്ലാന്ന് തോന്നുന്നു.
കേൾക്കാനില്ല ലുബിന. ലുബ്ന ഒന്നും കേൾക്കുന്നില്ല. എടാ ഒന്നും കേൾക്കുന്നില്ല. എനിക്ക് കേൾക്കുന്നുണ്ട്. ഞാൻ എന്നാ ഒന്ന് ഇറങ്ങി കയറാം. നെക്സ്റ്റ് ആരെങ്കിലും ചെയ്തോളൂ, ഞാൻ ഇറങ്ങി കയറാം. ഓക്കെ ഓക്കെ ഓക്കേടാ. മാം നെക്സ്റ്റ് പ്രസീതയാണ്. പ്രസീത ഉണ്ടോ? ഇത് ജോയിൻ ആയിട്ടില്ലാന്ന് തോന്നുന്നു. ആണോ? ബിൻസി മോള് റെഡി ആണോടാ? സ്പീക്കർ പെട്ടെന്ന് നാശമായിട്ട് അത് നേരെയാക്കാൻ പറ്റുമോ നോക്കാൻ പോയിരിക്കാം. സ്പീക്കർ കിട്ടിയാലേ വെക്കാൻ പറ്റുള്ളൂ. ആണോ? ഓക്കെ. ദിവ്യ ദിവ്യ ഓക്കെ ആണോ അവിടെ സ്പീച്ചിന്? ഞാൻ ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് ദിവ്യ. ദിവ്യയുടെ ഒരു സ്പീച്ച് അല്ല, വിഷുവിനെ ഒരു പറ്റി അവളുടെ കുറച്ച് ഓർമ്മകൾ. കമ്പാരിസൺ പണ്ടത്തെ വിഷു ഇന്നത്തെ വിഷു ആയിട്ടുള്ളത്. നമ്മൾക്ക് ഇന്നത്തെ വിഷു എങ്ങനെ വലിയൊരു ആഘോഷമല്ലേ വിഷു എന്ന് പറയുമ്പോൾ. പുത്തൻ ഡ്രസ്സ് എടുക്കുക, അതും ഇപ്പോഴാണെങ്കിൽ കണിക്കൊന്നയൊക്കെ പ്രിന്റ് ചെയ്തിട്ടുള്ള ഡ്രസ്സൊക്കെ ആയിരിക്കും. പിന്നെന്താ പടക്കം പൊട്ടിക്കുക, അങ്ങനെ വളരെ വലിയൊരു ആഘോഷമായിരിക്കും ഇന്നത്തെ വിഷു. എന്നാൽ പണ്ട് അങ്ങനെയാണോ? പണ്ടത്തെ വിഷു എന്ന് വെച്ചാൽ മനസ്സ് നിറയ്ക്കുന്ന ഒരു ശാന്തതയായിരുന്നോ? നമുക്ക് നമ്മുടെ സ്കൂളില് വേനലവധി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ലാസ്റ്റ് എക്സാം കഴിയുമ്പോൾ തന്നെ നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ പറയും നമ്മൾ നമ്മുടെ ഗ്രാൻഡ് പേരൻസിന്റെ വീട്ടിൽ പോകും, അവിടെ കസിൻസും ഒക്കെ ആയിട്ടുള്ള വിഷു. അങ്ങനെയൊക്കെ ഉള്ള ഒരു നല്ലൊരു ഓർമ്മ തന്നെയായിരുന്നു അല്ലേ നമ്മുടെ പണ്ടത്തെ വിഷു എന്ന് പറയുന്നത്. ഇന്ന് അങ്ങനത്തെ അങ്ങനെ ഒരു ഓർമ്മയോ ഒന്നുമില്ല. ഇന്ന് കുട്ടികളായാലും എല്ലാം ടിവിയിലാണ് വിഷു ആഘോഷിക്കുന്നത്. ജസ്റ്റ് ഒരു കണി കാണുക, ആ കണി തന്നെ ഇങ്ങനെയാണ്. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി കുറെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഒക്കെ വെച്ചിട്ട് അല്ലെ ജിപേ വെച്ചിട്ട് കണ്ണി കാണുന്ന ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഇതെല്ലാം പർച്ചേസ് ചെയ്തിട്ട് പിന്നെ പുതിയ ഡ്രസ്സ് എടുക്കുക. ഇതൊക്കെയാണ് ഇന്നത്തെ വിഷു എന്ന് പറയുന്നത്. എല്ലാം നമ്മൾ ടെക്നോളജിയിലേക്ക് മാറിയിരിക്കുന്നു അല്ലേ. പണ്ടെന്ന് വെച്ചാല് നമ്മള് കണിക്കൊന്ന പൂ പറിക്കാൻ പോവുക, കുട്ടികളെല്ലാം കൂടെ ഗ്രാമവീഥികളിലൂടെ നടന്ന് ആ കണിക്കൊന്ന പൂ തുലങ്ങി നിൽക്കുന്നത് തന്നെ കാണാനായിട്ട് ഒരു മനസ്സ് നിറയ്ക്കുന്ന ഒരു ഒരു വളരെ നല്ലൊരു കാഴ്ച തന്നെയല്ലേ കണിക്കൊന്ന പൂത്ത് നിൽക്കുന്നത്. പച്ചിലകളില് മഞ്ഞ പൂക്കൾ സ്വർണ്ണമണികൾ തൂങ്ങിക്കിടക്കുന്ന പോലത്തെ ഒരു പൂവ്, അത് നിറച്ച് പൂത്ത് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു കുളിർമയായിരുന്നു അല്ലേ. പിന്നെ നമുക്കുള്ള ഓർമ്മയെന്ന് പറഞ്ഞത് അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെ അച്ഛന്റെ ഒക്കെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു കൈനീട്ടത്തിന്റെ ആ ഒരു പ്രതീക്ഷയായിരുന്നു അല്ലെ. അത് വളരെ വലിയൊരു നമ്മൾ കാത്തിരുന്ന് കിട്ടുന്ന ഒരു സന്തോഷം കൂടിയായിരുന്നു അല്ലെ ആ കൈനീട്ടം എന്ന് പറയുന്നത്. പിന്നെന്താണ് രാത്രിയിൽ അച്ഛമ്മയും അമ്മയൊക്കെ കൂടെ വീടൊക്കെ വൃത്തിയാക്കി ഓട്ടുരുളിയില് നെല്ല് നിറച്ച് കണിവെള്ളരിയും നാളികേരവും പിന്നെ പാൽക്കണ്ണാടിയൊക്കെ വെച്ചിട്ട് കണിയൊരുക്കും അല്ലെ. കൃഷ്ണ വിഗ്രഹത്തിന് ചുറ്റും കണിക്കൊന്ന പൂക്കളൊക്കെ വെച്ചിട്ട് വളരെ നമ്മുടെ വീടുകളില് പറമ്പിലൊക്കെ കിട്ടുന്ന വളരെ ചുരുങ്ങിയ കുറെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അങ്ങനെയൊക്കെ വെച്ചിട്ടായിരുന്നു കണി ഒരുക്കിയിരുന്നത്. കൈതച്ചക്ക, പറങ്കി മാങ്ങ, വെള്ളരി, കണിവെള്ളരി, നാളികേരം, പിന്നെ ചക്ക, അങ്ങനെയൊക്കെ വളരെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് എന്തായി, നമുക്ക് വെളിയിൽ നിന്ന് കിട്ടുന്ന ഫ്രൂട്ട്സ് വരെ ആയല്ലേ. കിവി വരെ ആ ഒരു ഇതിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടല്ലേ. നമ്മുടെ നാട്ടിൽ പോലും കാണാത്ത കുറെ ഫ്രൂട്ട്സ് ഒക്കെ ആയിരിക്കും നമ്മളിപ്പോ കണി വെക്കുന്നത്. പിന്നെന്തായി, നമുക്ക് ഇപ്പം തന്നെ ഈ ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുന്നു. പണ്ട് അങ്ങനെ ഒരു ഡ്രസ്സ് എടുക്കുക, വിഷുവിന് ഒരു ഡ്രസ്സ് എടുക്കുക, അങ്ങനെയുള്ള ഒരു കാര്യമേ ഇല്ലായിരുന്നു. ഇപ്പോഴാണെങ്കിൽ വിഷുവിന്റെ കണിക്കൊന്നയൊക്കെ പ്രിന്റ് ചെയ്തിട്ടുള്ള പുതിയ ഡ്രസ്സൊക്കെ ആയി. നാളെ ഇനി ദീപാവലിക്ക് പൂത്തിരിയുടെ ഒക്കെ പ്രിന്റ് ചെയ്തിട്ടുള്ള ഡ്രസ്സൊക്കെ ആയിരിക്കും, സെറ്റുമുണ്ടൊക്കെ ആയിരിക്കും ഇറങ്ങുന്നത്. നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ മാറിയിട്ടുണ്ട് നമ്മുടെ ആ ഒരു ബിസിനസ് ചിന്ത തന്നെ അല്ലേ.
പിന്നെ നമുക്ക് വളരെ വലിയൊരു സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് വിഷുവിന് കൈനീട്ടം കിട്ടുക എന്നുള്ളത്. നമുക്ക് രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ പോലും നാളെ കിട്ടുന്ന ആ കൈനീട്ടത്തിന്റെ ആ ഒരു എത്ര രൂപ കിട്ടും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലായിരിക്കും നമ്മൾ കിടന്ന് ഉറങ്ങുന്നത്. ഈ കഴിഞ്ഞ വിഷുവിന് പോലെ എനിക്ക് കിടന്ന് ഉറങ്ങിയിട്ട് 11:45 വിഷു കണിയൊക്കെ ഒരുക്കിയിട്ട് കിടന്നതെങ്കിലും എനിക്ക് അങ്ങോട്ട് ഉറക്കം അങ്ങോട്ട് ശരിയായില്ല. ഞാൻ പല തവണ ഫോൺ എടുത്ത് നോക്കും, കണി കാണാനായിട്ടുള്ള സമയമായിട്ടുണ്ടോ, അല്ലെങ്കിൽ കുട്ടികളെ വിളിച്ചുണർത്താനുള്ള സമയമായോ എന്നിങ്ങനെ നോക്കി 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 ഇരുന്നിട്ടാണ് നമ്മൾ നേരം വെളുക്കുന്നത് അല്ലെ. പിന്നെ പണ്ടൊക്കെ എങ്ങനെയാണ്, പുലർച്ചെ അമ്മ വന്ന് നമ്മുടെ കണ്ണൊക്കെ പൊത്തി പിടിച്ച് കണിയുടെ അടുത്തേക്ക് കൊണ്ടുപോകും. വലിയ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും കാണുകയല്ല അന്ന്. ആ ഒരു വിളക്ക് കത്തിച്ചിരിക്കുന്ന ആ ഒരു പ്രകാശം മാത്രമേ അവിടെ കാണത്തുള്ളൂ. ആ ഒരു പ്രകാശത്തില് നമ്മൾ മെല്ലെ കണ്ണു തുറന്ന് കാണുന്നത് എന്താ, കൃഷ്ണന്റെ ആ ഒരു കള്ളച്ചിരി. അതായിരുന്നു ആ വർഷത്തെ ഏറ്റവും വലിയൊരു ഒരു ഭാഗ്യമായിട്ട് നമ്മൾ കണക്കാക്കിയിരുന്നത്. പിന്നെ വീട്ടിലെ മുതിർന്ന വ്യക്തികളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന 1 രൂപ തുട്ട് അല്ലെ. ഇന്ന് കിട്ടുന്ന 1000ന്റെ 500ന്റെ ഒക്കെ മുന്നില് അത് നമുക്ക് വളരെ ചെറുതായിട്ട് തോന്നും. പക്ഷെ നമുക്ക് അതാണ് ഏറ്റവും വലിയ ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. ഇപ്പം കാലം ഒരുപാട് കഴിഞ്ഞു പോയി. ഇപ്പൊ കൈനീട്ടമൊക്കെ എന്തായി, ഓൺലൈൻ പേയ്മെന്റ് ആയി, ജിപേ ആയി, അങ്ങനെ പിന്നെന്തായി, കണിക്കൊന്നയൊക്കെ പ്ലാസ്റ്റിക് ആയി. പണ്ടൊക്കെ ഈ ഏപ്രിൽ മാസം വിഷുവിന്റെ സമയം ആകുമ്പോഴത്തേക്ക് കണിക്കൊന്ന നിറയെ പൂത്തുലഞ്ഞു നിൽക്കും. ഇന്നോ വിഷുവിന് 1 മാസം മുമ്പേ ആ ഒരു കണിക്കൊന്ന പൂത്തിട്ട് അതിന്റെ പൂവെല്ലാം പോവും. പിന്നെ പ്ലാസ്റ്റിക് കണിക്കൊന്നയായി നമുക്ക് അല്ലെ. ഈ പ്രാവശ്യം ഞാനും ഇതുവരെ, ഞാനും ഒരു ഗ്രാമത്തിലാണ് താമസിക്കുന്നതെങ്കിലും ഞങ്ങൾക്ക് ഈ പ്രാവശ്യം കണിക്കൊന്ന പൂവൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഞാനും പ്ലാസ്റ്റിക് പൂ തന്നെയാണ് വെച്ചത്. പിന്നെ സദ്യയൊക്കെ എവിടുന്ന, സ്വിഗ്ഗിന്നും സൊമാറ്റോയിന്നും ഒക്കെ മേടിക്കാൻ തുടങ്ങി. ഇപ്പൊ കണിക്കൊന്ന പൂവിന് കുട്ടികൾ ഇട്ടേക്കുന്ന പേരാണ് സൈക്കോ പൂവെന്ന്. കാരണം വിഷുവിന്റെ സമയമാകുമ്പോഴത്തേക്ക് ഈ സാധനം കണ്ണിന് കാണാൻ പറ്റുകയില്ല. പിന്നെ നമുക്ക് ഈ സൈക്കോ പൂവിനെ എങ്ങനെയും ഒപ്പിച്ചല്ലേ പറ്റത്തുള്ളൂ. നമ്മൾ കടയിൽ നിന്ന് മേടിക്കും അല്ലെ, പ്ലാസ്റ്റിക് ആയിട്ട്. പിന്നെ കാലം എത്ര കഴിഞ്ഞാലും പണ്ടത്തെ ആ ഒരു വിഷുവിന്റെ ഓർമ്മ എന്ന് പറയുന്നത് അതൊരു മനസ്സിന് കുളിർമ കിട്ടുന്ന, ഒരു മായാതെ മങ്ങാതെ നിൽക്കുന്ന ഒരു ഓർമ്മ തന്നെയാണ്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിക്കുന്നു. താങ്ക് യു ദിവ്യ. ആർക്കെങ്കിലും എന്തെങ്കിലും മെമ്മറി വരെ ഷെയർ ചെയ്യാനുണ്ടോ? അങ്ങനെ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, പ്രസീത ഓക്കെ ആണോടാ? 10 മിനിറ്റ്സ് വേണോടാ, ഒരു 10 മിനിറ്റ്സ്. ഓക്കെ. സുബി, സുബിൻ ജോയിൻ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ഓക്കെ മാം, നെക്സ്റ്റ് നമുക്ക് ഒരു ഗെയിം കളിക്കാം എല്ലാരും. ഇന്ന് പ്രോഗ്രാം വളരെ കുറച്ചുള്ള, ഞാൻ ഒത്തിരി പേരോട് കുറേ ദിവസങ്ങളായിട്ട് ചോദിക്കുന്ന പ്രോഗ്രാം ചെയ്യാൻ താല്പര്യമുണ്ട്. ആർക്കും ഒരു താല്പര്യവും ഇല്ല, ആരും ഒത്തിരി റിപ്ലൈ തരുന്നുമില്ല. പിന്നെ വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. സുബി ഒരു സോങ് പറഞ്ഞായിരുന്നു, പക്ഷെ സുബി ജോയിൻ ചെയ്തില്ലെന്ന് തോന്നുന്നു. അങ്ങനെ 2-3 പ്രോഗ്രാമേ ഉള്ളു. അപ്പൊ പിന്നെ മഞ്ജു പറഞ്ഞു മഞ്ജുവിന്റെ മോള് പോവാണ്, അത് കാരണം അതിന്റെ തിരക്കാന്നാണ്. അപ്പൊ കുറച്ച് പേരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, മറ്റുള്ളവർക്ക് ചിലപ്പോൾ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം. ഓക്കെ, നമുക്കെന്നാ ഒരു ഗെയിമിലോട്ട് പോവാം. മാമും ജോയിൻ ചെയ്യണം കേട്ടോ. ഫ്രണ്ട്സ് എല്ലാരും പറ്റുന്നവരൊന്ന് ക്യാമറ ഓൺ ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യന്, തമിഴ്നാട്ടിലെ പ്രശസ്തമായ 6 കുസൃതി ചോദ്യങ്ങളാണ്. മൂന്നാറ്, തമിഴ്നാട്ടിലെ MGR. യെസ്, MGR. ഓക്കെ, അടുത്ത്, മനുഷ്യർക്ക് താമസിക്കാൻ പറ്റാത്ത സിറ്റി. ഇലക്ട്രിസിറ്റി. യെസ്. ഓക്കെ, അടുത്ത്, കഴിക്കാൻ പറ്റാത്ത ജാം. Traffic jam. യെസ്. അടുത്ത്, മേക്കപ്പ് ഇടാത്ത മുഖം. തുറമുഖം. യെസ്. നെക്സ്റ്റ്,
നട്ടാൽ മുളയ്ക്കാത്ത പയർ. നട്ടാൽ മുളയ്ക്കാത്ത പയർ. പറയട്ടെ, ആർക്കും കിട്ടുന്നില്ലെന്ന് തോന്നുന്നു. എനിക്കും അറിയത്തില്ല, ഞാനിപ്പോ ആൻസർ വെച്ചിട്ട്. ആരാ? അമ്പയറ. യെസ്, അമ്പയർ. ക്രിക്കറ്റിലെ അമ്പയർ. ഓക്കെ. ഇനി അടുക്കളയിൽ കാണുന്ന 3 രോഗങ്ങൾ. ഷുഗർ, പ്രഷർ. കൊളസ്ട്രോള്. ഷുഗർ, പ്രഷർ അല്ല പ്രഷർ, ഷുഗർ. ഒരെണ്ണം കൂടി ഉണ്ട്, എനിക്ക് അറിയായിരുന്നു, മറന്നുപോയി. ഗ്യാസ്. ഗ്യാസ്. ഷുഗർ, പ്രഷർ, ഗ്യാസ്. ഓക്കെ. ഇനി കാലുകൾ ഇല്ലാത്ത ടേബിൾ. ടൈം ടേബിൾ. യെസ്. ഓക്കെ. ഏറ്റവും വലിയ ആല്. ഭോപ്പാലാണോ? ഏറ്റവും നമ്മുടെ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന സാധനം. പറയട്ടെ, ഹർത്താൽ. കയറാൻ പറ്റാത്ത കാറ്. മഴക്കാറാണ്. മഴക്കാറ്. യെസ്. അടുത്ത, ആരും ആഗ്രഹിക്കാത്ത ജയം. പരാജയം. യെസ്. ഇനി ഏറ്റവും വലിയ പോക്കറ്റ് അടിക്കാരൻ. ടൈലർ. തയ്യൽക്കാരൻ. ഓക്കെ. യെസ്. അടുത്ത, പോകുമ്പോൾ ഇംഗ്ലീഷ്, വരുമ്പോൾ മലയാളം. ഏത് സ്ഥലത്തിന്റെ പേരാ? ഗോവ. യെസ്. ഗോവ. അടുത്ത ലൈസൻസ് ആവശ്യമില്ലാത്ത ഡ്രൈവർ. സ്ക്രൂ ഡ്രൈവർ. യെസ്, സ്ക്രൂ ഡ്രൈവർ. അടുത്ത, അകത്ത് പോയപ്പോൾ പച്ച, പുറത്തു വന്നപ്പോൾ ചുവപ്പ്. വെറ്റില. യെസ്. ഒരു മിനിറ്റ്. ഇനി തയ്യൽക്കാരന് ഇഷ്ടപ്പെട്ട ചടങ്ങ് ഏതാണ്? ക്വസ്റ്റ്യൻ കേട്ടില്ല, ഒന്നുകൂടി പറയോ? തയ്യൽക്കാരന് ഇഷ്ടപ്പെട്ട ചടങ്ങ് ഫംഗ്ഷൻ ഏതാണ്? കല്യാണമാണോ? അല്ല. പറയട്ടെ, നൂലുകെട്ട്. തയ്യൽക്കാരന് ഇഷ്ടപ്പെടുന്നത്. ഇനി 2 മരങ്ങൾ ചേർന്ന ഒറ്റത്തടി വൃക്ഷം. 2 മരങ്ങളാണ് ചേർന്ന ഒറ്റത്തടി വൃക്ഷം. പേരാലാണോ? അതും ഉണ്ടല്ലോ. അത് പക്ഷെ എന്റെ അതിൽ ആൻസർ വേറെ, പക്ഷെ അതും ഉണ്ടായിരിക്കും കേട്ടോ, എനിക്കറിയത്തില്ല. മറ്റേ എന്റെ ആൻസർ കൊന്നത്തെങ്ങ്. കൊന്നയും തെങ്ങും. കൊന്നത്തെങ്ങ്. ചിലപ്പോ ആൻസറും കാണും കേട്ടോ.
ചിരിക്കാൻ വയ്യ. ഇനി ശാസ്ത്രജ്ഞനെ കരയിപ്പിച്ച കണ്ടുപിടുത്തം ഏതാണ്? ആണവോർജം, അണുവായുധം, ഗ്ലിസറിനാണോ? ടിയർ ഗ്യാസ് ആണ്. എന്താടാ? ഗ്ലിസറിൻ. ആ, ഗ്ലിസറിനാണോ? കണ്ണീർ വാതകം. ഇനി പങ്കെടുക്കുന്നവരെ ഇരുട്ടിലാക്കുന്ന ടിയർ ഗ്യാസ്. മത്സരം. എടാ, അതിന് ഉത്തരം കണ്ണീർ വാതകം. കണ്ണ് കെട്ടി കണ്ണ് കെട്ടി കളിക്കില്ലേ? കണ്ണ് പൊത്തി കളി. കണ്ണീർ കണ്ണുപൊത്തി കളിക്കുന്നതാണ്. പങ്കെടുക്കുന്നവരെ ഇരുട്ടിലാക്കുന്ന മത്സരം. കണ്ണ് യെസ്, കണ്ണ് പൊത്തിക്കളി. പൊത്തി കളി. ആ, എനിക്ക് താമസിച്ച ആൻസർ കേൾക്കുന്നത്, അതുകൊണ്ടാണ്. അടുത്ത ആ, പുണ്യകർമ്മങ്ങൾ ചെയ്ത ഉറുമ്പ് ഏതാണ്? പുണ്യകർമ്മങ്ങൾ ചെയ്ത ഉറുമ്പ് ഏതാണ്? കട്ടുറുമ്പാണോടാ? യെസ്, കട്ടുറുമ്പ്. കേട്ടിട്ടില്ലേ സ്വർഗത്തിലെ കട്ടുറുമ്പെന്ന്? അടുത്ത് പ്രസീത റെഡി ആണോടാ? റെഡി ആവുമ്പോ പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാം, എന്നിട്ട് ബാക്കി നമുക്ക് അടുത്ത് കണ്ടിന്യൂ, അല്ലെങ്കിൽ ചിരിച്ചിരിക്കും വയറുവേന. റെഡിയാണ് കേട്ടോ. നല്ല നമുക്ക് ചളികളാണല്ലോ. പ്രസീതയുടെ ഡാൻസ് കണ്ടിട്ട് നമുക്ക് അടുത്ത് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അടുത്ത നെക്സ്റ്റ് പ്രസീതയുടെ ഒരു സോളോ ഡാൻസ്. ചിക്കു, ആ, പറഞ്ഞോ. അതെ, എന്റെ മോള് ഡാൻസ് കളിക്കാൻ തയ്യാറാണ്. എനിക്ക് പേര് തരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. ഇവിടെ പ്രസീതയുടെ കഴിയുമ്പോ ചെയ്യാം. മതി. അതെ, ആരെങ്കിലും പാട്ടൊന്ന് പ്ലേ ചെയ്തിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പറയട്ടെ. എന്റെ പ്ലേ ചെയ്യാൻ പറ്റുന്നില്ല. ഏത് സോങ് ആടാ? ഡിയോ പാട്ടില്ലേ? ഞാൻ ചിക്കുവിന്റെ ഞാൻ വാട്സപ്പിലേക്ക് ഇടാം. ഓക്കെ. താങ്ക് യു. പ്രസീത, ഓക്കെ. മാം, പ്രസീതയുടെ സ്ക്രീൻ ഒന്ന് പിൻ ചെയ്യാവോ മാം? ഓക്കെ. സൗണ്ട് വെക്കി. സൗണ്ട് വെച്ചതാ. प्रणवालय पाहि परिपालय परमेशी कमलालय श्रीदेवी कुरिपिंसवे करुणाम्बुरासी धीं तारा जतुलतो प्राणमे नाट्यं चेसे गतुलतो नाम शतं मूल नतुलतो नापैननी चुकुआ पेरा. నా ఆలోచనే నిరంతరం నీకు నివాళినివ్వాలని నాలో
ఆదరించరాని వేదన వాళ్ళని దేహమునే కోవెలగా నింపుకొనుంచా జీవముతో భావముతో సేవలు చేసా ప్రతి ఋతువు ప్రతి ఋతువు నీవని ఎంచా శతలము నీ స్మరణే దీంతారా దీంతారా జతులతో ప్రాణమే నాట్యం చేసే గతులతో నామశతం మూల నతులతో నాపైన నీ చూపు ఆపేలా జననంటినే జనని నాదవినోదిని భువన పాలినివే అనాథ రక్షణ నీ విధి కాదటే మురళిని చేరవటే മാം ഒരു തട്ടിക്കൂട്ടായിരുന്നു പെട്ടെന്ന്. സൂപ്പറായിരുന്നു ഡാൻസ്. കോൺവെക്കേഷന് വരുമ്പോ പ്രസീതയുടെ ഒരു ഡാൻസ് കാണുന്നുണ്ടോ? ഓക്കെ മാം. ഇത് സംഭവം നമ്മൾ ഗ്രൂപ്പ് കളിച്ചതായിരുന്നു. അപ്പൊ അതാണ് ചില പ്ലേസില് ഒരു ബുദ്ധിമുട്ട്. കുഴപ്പമില്ല, നല്ല സൂപ്പറായിരുന്നു. താങ്ക് യു മാം. താങ്ക് യു പ്രസീത, നല്ല ഡാൻസ് ആയിരുന്നു കേട്ടോ. അൻഷില മോള് ഓക്കെയാണ്. ആണോ? മോടെ പേരെന്താ? ഫിദ ഫാത്തിമ. ആ നെക്സ്റ്റ് അൻഷിലയുടെ മോടെ ഡാൻസ് കേട്ടോ. ഞാൻ ഇപ്പൊ പ്ലേ ചെയ്യുവാണേ മാം. അൻഷിലയുടെ സ്ക്രീൻ ടാഗ് ചെയ്യണേ മാം. ഓക്കെ, ചെയ്തിട്ടുണ്ട്. പൊന്നുബാളം വയ്ക്കാം. ഒരു മിനിറ്റ് പൊന്നുബാളം വയ്ക്കാം. ഒരു മിനിറ്റ്, ഞാനിപ്പോ വെക്കാവേ പാട്ട്. ചിക്കു ഒരു മിനിറ്റ്, ഞാൻ ഫ്രണ്ട് ക്യാമറ ഒന്ന് സെറ്റ് ആക്കട്ടെ. ഓക്കെ. ചേച്ചി ഇപ്പൊ ഡാൻസ് കളിക്കണം. പ്ലേ ചെയ്തോ? ഓക്കെ. കേൾക്കണില്ലാടാ. ഇല്ല.
പാട്ട് കേൾക്കണില്ല ചിക്കു. ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ ട്ടാ. ഒട്ടും കേൾക്കുന്നില്ലായിരുന്നോ? ഇല്ല, അവള് ഒരു ഐഡിയ വെച്ച് അങ്ങനെ കളിക്കാണ്. ഞാനൊരു ആണോ? പാട്ട് ഇത് നമുക്ക് ഒരുമിച്ച് സ്ക്രീൻ ഷെയർ ചെയ്തോണ്ടല്ല പാട്ട് പ്ലേ ചെയ്തോണ്ട് ചെയ്യാൻ പറ്റുമോ? അയ്യോ, അതെനിക്ക് അറിയത്തില്ലടാ. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. വേറെ ആർക്കെങ്കിലും അറിയാവോടാ അങ്ങനെ ചെയ്യാവോന്ന്? ചിലപ്പോ സ്ക്രീൻ ഷെയർ ചെയ്താലേ പറ്റുമായിരിക്കും. ആ, നോക്ക് കേട്ടോ. ആ, വേറെ ആരെങ്കിലും പറ്റുമോ? അല്ല, അത് തുടങ്ങിക്കോ, പ്രോഗ്രാം എന്തെങ്കിലും ചെയ്തോ, ഞാൻ നോക്കട്ടെ. ഓക്കെ ഓക്കെ. ലുബ്ന, റേഞ്ച് ഓക്കെ ആണോടാ? എന്നാ സോങ് പാടായിരുന്നു. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ആ, ഉണ്ട് ഉണ്ട്. ഓക്കെ. ആ, ഓക്കെ, എന്നാ പാടിക്കും. നനയുകയും മനമെങ്ങും ഒരു കഥകൾ കഥ തുടരും മനയുകയും മനമേ ഒരു താരകം പോൽ കൺമണികൾ നാം നടന്ന കാലം അതിശയജാലം പലവഴി വേനൽ മധുരമാകും ദൂരം നനയുകയോ മനമേ ഒരു കൂട്ടം കഥകളും ഇളം കാറ്റിൽ ഇടവും തിരികെ വരുന്നു കഥ തുടരും നീയോ നനയുകയും മനമേ ഒഴുകുകയും നേരം മായാതെയും ഇരുളോരമേ ഏനോ നേരം ഇവിടെ നെറ്റിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു, എന്നാലും കുറച്ചേ കേട്ടുള്ളൂ. നല്ല പാട്ടായിരുന്നു അല്ലേ മാം? നല്ലതായിരുന്നു കേട്ടോ. കോൺവെക്കേഷൻ ഒക്കെ വരുമ്പോ എല്ലാവരും ഒരുമിച്ച് കോർഡിനേറ്റ് ഒക്കെ ചെയ്തിട്ട് എല്ലാവർക്കും ഒരു ഗ്രൂപ്പ് സോങ് ഒക്കെ പാടാം. ഓക്കെ,
യെസ് മാം, കോൺവെക്കേഷന് പ്രസ് ചെയ്ത ഒരു ഡാൻസ് ഇപ്പോഴേ പറയുകയാണ്. ലുപ്നയുടെ ഒരു പാട്ട് മുന്നേ 2-3 months മുന്നേ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വെക്കുക. അതെ. ഞാൻ ശരിക്കും prepared അല്ല, എന്നാലും നമ്മള് ഒരു നല്ലൊരു ചാൻസ് മിസ് ചെയ്യണ്ടല്ലോ വെച്ചിട്ട് സെലിബ്രേഷൻ പിന്നെ തീരെ പ്രോഗ്രാംസ് ഇല്ലാതായി പോവും. അതുകൊണ്ട് ഞാൻ വീട്ടില് ഫാമിലി സിറ്റുവേഷൻ കുറച്ച് പ്രശ്നമാണ് മാം. സിസ്റ്ററിന് സർജറി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാം. ടങ്ങില് ചെറിയൊരു ഗ്രോത്ത് മാം, അപ്പോ അത് റിമൂവ് ചെയ്യും. അപ്പോ ആളിന്ന് മോർണിംഗ് സർജറി കഴിഞ്ഞു. അപ്പോ റൂമിലേക്ക് കൊണ്ടുവന്നു, സെഡേഷനിലാണ്, ശരിയാവുന്നില്ല. അത് കുറെ ദിവസമായിട്ട് ഇങ്ങനെ അവര് റുമറ്റോയിഡിന്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ നാവിന്ന് തൊലി പോയപ്പോ അതിന്റെ പ്രോബ്ലം ആണ് വെച്ചിട്ട് ഇരുന്നപ്പോ നോക്കുമ്പോ ഇപ്പൊ ചെക്ക് ചെയ്യുമ്പോഴാണ് കുറച്ച് ക്രിട്ടിക്കൽ ആയിപ്പോയത്. ഫസ്റ്റ് സ്റ്റേജ് ആയിപ്പോയത്. അപ്പൊ വേഗം അത് അങ്ങനെ. അതെ. അപ്പൊ ഞാൻ ചെയ്യണോ വേണ്ടേന്നൊക്കെ ഒരു കൺഫ്യൂഷൻ പിന്നെ അങ്ങോട്ട് ചെയ്തതാണ്. ഓക്കെ മാം, നെക്സ്റ്റ് ബിൻസിയുടെ മോളുടെ ഡാൻസ് ആണ്. ദിയ റെഡി അല്ലേ? ഓക്കെ സ്റ്റാർട്ട് ചെയ്തോ. Get over it tonight. I'll call you more tonight. I'll make it touch your mind, so I'll never be right. I'll give it all your life. I'll put that into mind. That we're gonna get inside. And we don't party hardly, we just party hard. And
be born apart. That's why I keep on, yes, that's why I keep on, yes, that's why I keep on doing what I'm doing, y'all. I like the moment, I like the moment, I like the moment, we like the moment, I like the moment, she like the moment, he like the moment, we like the moment. I like the party, he like the party, they like the party, we like the party. She like to shake it, she like to shake it, we like to shake it, yeah. Somebody say yeah, say yeah, yeah. Back it up, 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 back it up. Give me one call. We like to party, we like to party, we like to party, we like to we like to move it, he like to move it, they like to move അടിപൊളിയായിരുന്നല്ലേ? അതെ അതെ, നല്ല എനർജിയോടുകൂടി കളിച്ചു. താങ്ക് യു. സൂപ്പറാണ് കേട്ടോ. ഇനി കളിക്കാട്ടോ. ഓക്കെ, വിൻസിക്ക് എത്ര പിള്ളേരാണ്? എനിക്ക് 4 ആളാ മിസ്സേ. ആ, അവിടെ കാണുന്ന 4 ആളുണ്ടല്ലേ? 2 കുഞ്ഞുങ്ങളെ ഉണ്ടല്ലോ. ചെറിയൊരു ട്വിൻസ് ആണ്, 1.5 വയസ്സായിട്ടുള്ളൂ. മൂത്ത മോനാണ് 4th-ലും, സെക്കൻഡ് മോള് UKG-ലും. മോളുടെ കൂടെ കളിച്ചതാരാ ബിൻസി? അതിന്റെ ഹസ്ബൻഡിന്റെ ചെറിയ അനിയത്തിയുടെ മോളാ. ഓക്കെ. അൻഷില മോള് റെഡിയാണോ? ഞാനൊന്ന് നോക്കട്ടെ, സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ. പറ്റണില്ല ചിക്കു, രണ്ടും ഒരുമിച്ച് പ്ലേ ചെയ്യാൻ പറ്റണില്ല. വേറെ ഫോണൊന്ന് ഇവിടുന്ന് പ്ലേ ചെയ്യണോ പാട്ട്? ഇവിടുന്ന് പ്ലേ ചെയ്യാം. ഏത് സോങ്ങാ? ഡിയോ പാട്ടുണ്ട് ഇതില്. ഞാൻ നമ്മുടെ MT ഇതില് ഇടാം, ഗ്രൂപ്പിലിടാം. അല്ലടാ, ഞാനിത് ടിവിന്ന് എടുക്കാം. ടിവിന്ന്. ഡിയോ ആണ് കേട്ടാ. എല്ലാവരും ബുദ്ധിമുട്ടിച്ചു ഞാൻ.
പ്രസീത ഒരു മിനിറ്റ് ഓണാവും. ഒരു മിനിറ്റ്. 35. അല്ല. ഓക്കെ അല്ലേ? കേക്കുണ്ടോ? നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. അടിപൊളി. നല്ല ചിരിച്ച് കളിച്ചു. സൂപ്പറായിട്ട്. ഇനിയും കളിക്കാട്ടോ. താങ്ക് യു. പാട്ട് കിട്ടിയില്ലെങ്കിൽ കഷ്ടായിരുന്നു. ഡാൻസ് കാണാൻ പറ്റില്ലായിരുന്നു. സുബി ഇല്ലെന്ന് തോന്നുന്നു മാം. സുബിയുടെ ഒരു സോങ്ങും കൂടെ ഉള്ളായിരുന്നു. സുബി ഇല്ല എന്ന് തോന്നുന്നു. ഓക്കെ, എന്റെ 2-3 ക്വസ്റ്റിനെ കൂടെ ഞാൻ കണ്ടിന്യൂ ചെയ്യാവേ. എല്ലാരും ക്യാമറ ഓൺ ചെയ്യും, എന്നാലും എനിക്ക് എക്സ്പ്രഷൻ കാണാൻ പറ്റത്തുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാവേ. ചുണ്ടും ചുണ്ടും കൂട്ടിമുട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വായടയും. കറക്റ്റ്. അടുത്ത വീടുകളിലും പള്ളികളിലും പൊതുവായി ഉള്ളത് എന്താണ്? മണി. എന്തുവാ? വീടുകളിലും പള്ളികളിലും പൊതുവായിട്ടുള്ളത് എന്താണ്? അച്ഛനാണോ? അടുത്ത, ഒരു കൊല്ലം ഉറപ്പായും ഗ്യാരണ്ടി നൽകാൻ കഴിയുന്ന സാധനം എന്താണ്? അമ്മ എടുക്കാം. ഒരു കൊല്ലം. കലണ്ടർ. യെസ്.
ഉം. ഇനി തല കുത്തി നിന്നാൽ വലുതാകുന്നത് ആരാണ്? 6. യെസ്. ഇനി കലണ്ടറിൽ കാണപ്പെടുന്ന പഴം ഏതാണ്? ഡേറ്റ്സ്. യെസ്. ഏതാണ് ക്ലിയർ ആയില്ല. ഡേറ്റ്സ് മാം. ഡേറ്റ്സ്. ഈത്തപ്പഴം. അടുത്ത ഉടുപ്പ് ഊരി കഴിയുമ്പോൾ പേര് മാറുന്നത് ആരുടെയാണ്? ഉടുപ്പില്ലേ, ഉടുപ്പ്, അത് ഊരി കഴിയുമ്പോൾ പേര് മാറുന്നത് ആരുടെയാണ്? എനിക്കറിയത്തില്ല, ഞാനിത് നോക്കിട്ടാ പറയുന്നത്. ഉത്തരം പറ. നെല്ല്. 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 നെല്ലിന്റെ ഡ്രസ് മാറ്റി കഴിയുന്ന അരിയല്ലേ? അടുത്തത് ഒരു മിനിറ്റ്. ഇനി കണ്ണില്ലാതെ കരയുന്നത് ആരാണ്? കണ്ണില്ലാതെ കരയുന്നത് ആരാണ്? അതെ അതെ. അടുത്ത പറയുമ്പോൾ നിറമുണ്ട് പക്ഷെ കാണുമ്പോൾ നിറമില്ല, എന്താ? പച്ചവെള്ളം. കറക്റ്റ്. ഇനി കരഞ്ഞുകൊണ്ട് പണിയെടുക്കുന്നത് ആരാണ്? മിക്സിയാണോ? അല്ല. കരഞ്ഞുകൊണ്ട് പണിയെടുക്കുന്നത് ആരാണ്? ക്രെയിൻ. ക്രെയിൻ. മെഴുകുതിരി. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് ഏറ്റവും ചെറിയ പാലം ഏതാണ്? പാലമാണോ? യെസ്, മൂക്കിന്റെ പാലം. മൂക്കിന്റെ പാലം മാം. ആർക്കും ഇഷ്ടമില്ലാത്ത സുഖം ഏതാണ്? അസുഖം. ഇനി എങ്ങനെ എഴുതിയാലും ശരിയാകാത്ത വാക്ക്? തെറ്റ്. യെസ്. ഇനി സ്ഥാനം മാറുമ്പോൾ പേര് മാറുന്ന സാധനം? സ്ഥാനം മാറുമ്പോൾ പേര് മാറുന്ന സാധനം? ക്ലിയർ ആയില്ല. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സ്ഥാനം, അതിന്റെ പൊസിഷൻ മാറുമ്പോ അതിന്റെ പേര് മാറും. പറയട്ടെ. രോമം, മുടി, താടി, മീശ. ഇതൊന്നും ഞാൻ കണ്ടുപിടിച്ചല്ല കേട്ടോ. ഇനി പലരും കഴിക്കുന്ന ഒരു സാധനം. ഇതിന്റെ അവസാനത്തെ വൃത്തം മാറ്റി വള്ളിയിട്ടാൽ ചില സ്ത്രീകളുടെ പേരാകും. പലരും കഴിക്കുന്ന സാധനം, ഇതിന്റെ അവസാനത്തെ, ആ വാക്കിന്റെ എൻഡിലൊരു വൃത്തമുണ്ട്, അത് മാറ്റി വള്ളി ഇട്ട് കഴിഞ്ഞാൽ ഒരു പേരാകും. പറയട്ടെ. കല്യാണം. കല്യാണം മാറ്റി കല്യാണി.
അടുത്ത താമസിക്കാൻ പറ്റാത്ത വീട് ഏതാണ്? ചീവീട്. യെസ്, അതെല്ലാവർക്കും അറിയാം. ഇനി തലയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഓഫീസ്. ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസ്. അതൊക്കെ എല്ലാവർക്കും അറിയാം. അത് ഇനി കണ്ണ് കാണുന്നവർക്കും കാഴ്ച നഷ്ടപ്പെട്ടവർക്കും ഒരുപോലെ കാണാൻ സാധിക്കുന്ന സാധനം. സ്വപ്നം. അതെല്ലാവർക്കും അറിയാം. സിമ്പിൾ ആയി പോയല്ലോ. സ്വപ്നം. ഇനി അടുത്തത് ചെയ്യാൻ ശ്രമിച്ചാൽ ശിക്ഷിക്കുന്നതും എന്നാൽ ചെയ്താൽ ശിക്ഷിക്കാത്തതുമായ കാര്യം. ചെയ്യാൻ ശ്രമിച്ചാൽ ശിക്ഷിക്കുന്നതും എന്നാൽ ചെയ്താൽ ശിക്ഷിക്കാത്തതുമായ കാര്യം എന്താണ്? പറയട്ടെ. ആത്മഹത്യ. ഇനി തെറ്റിനെ കാണിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം. തെറ്റിനെ കാണിക്കുന്നു. എക്സ്. വൈ ആണോ? എക്സ്. ഇനി അടുത്ത ക്വസ്റ്റിനെ പിടിച്ചാൽ ഒരു പിടി, അരിഞ്ഞാൽ ഒരു മുറം എന്താണ്? ചീരയാണോ? ചീര. അതെ, ചീര. ഇനി ലോകത്ത് എല്ലായിടത്തും ഉള്ള വാൻ ഏതാണ്? വാൻ. ഭാഗ്യവാൻ. ഭഗവാനാണോ? യെസ്, ഭഗവാൻ. എന്തോ അതെ, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ക്വസ്റ്റ്യൻ ഒന്നല്ല, എന്റെ മക്കളെ എന്റെ അടുത്ത് ചോദിച്ചാണ് കേട്ടോ. അങ്ങനെ ഒരു പേപ്പറിൽ എന്റെ അടുത്ത് ഇത് എഴുതി കാണിച്ചിട്ട് ഇത് വായിക്കാൻ പറഞ്ഞു. എനിക്ക് ആദ്യം മനസ്സിലായില്ല, പിന്നെ 2-3 പ്രാവശ്യം വായിച്ചു നോക്കിയപ്പോഴാണ് അതൊരു കുസൃതിയാണ്. ഞാൻ അയക്കാം, നിങ്ങൾക്കൊന്ന് വായിക്കാൻ പറ്റുണ്ടോ നോക്കെ. ഇതാണ് ആ വാക്ക്. ഇത് നിങ്ങൾ എങ്ങനെ വായിക്കൂ? ഇതൊരു കംപ്ലീറ്റ് വേർഡാണ്. അത് വായിച്ചു കഴിഞ്ഞാല് കറക്റ്റ് ആയിട്ട് വായിക്കണം. മലയാളത്തിൽ തന്നെയാണ് പറയണേ. മൂന്നാറിലെ മണിയുടെ ഏട്ടൻ കുത്തേറ്റ് മരിച്ചു. മൂന്നാറിലെ മണിയുടെ ഏട്ടൻ കുത്തേറ്റു മരിച്ചു. ഇനി മിസ്സിന്റെ ഒരു പാട്ട് പാടാൻ പറയിച്ചിക്കൂ. അതൊന്നും ഓർത്ത് വെച്ചിരിക്കണല്ലേ. മിസ്സിന്റെ ഒരു സോങ്ങോട് കൂടി നമ്മുടെ സെലിബ്രേഷൻ അവസാനിക്കുന്നതാണ്. ഞാൻ പാടണം പാട്ട്. പാടണം. പള്ളിയിലൊക്കെ പറ്റുമോ? പള്ളിയിലെ പാട്ട്, പള്ളിയിലെ കൊയറിലൊക്കെ പാട്ട്. ഞാൻ മാമിന് ഇഷ്ടമുള്ള ഒരു പാട്ട് പാടിയാ മതി. ഓക്കെ. പാട്ടാവോന്നറിയില്ല കേട്ടോ. നിർബന്ധിക്കുന്നതുകൊണ്ടാണ്. എന്തിനാ റിസ്ക് എടുക്കണേ? പാട്ടൊന്നും വേണ്ട അല്ലേ? വൈൻഡപ്പ് ചെയ്യാം നമുക്ക്. അല്ലല്ല, മാമിന്റെ പാട്ട് കഴിഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം. യെസ് മാം, ഞാനും ഒക്കെ പാടിയിട്ടോ ഇവരാരും ഓടിയില്ലല്ലോ. ഓക്കെ, പാടാം. വയ്ക്കും പൂന്തിന്നൽ
മുത്തം വെക്കാനെത്തുന്നുണ്ടേ പല്ലക്കിൽ എന്തേ തുള്ളാത്തു വാവേ വാവാച്ചി. തുമ്പക്കോടങ്ങളിൽ തുള്ളിക്കളിക്കുന്ന പിന്നിടം കാറ്റിന്റെ കൂട്ടുകാരി, മിന്നിത്തിളങ്ങുമിൻ പൊന്നിൻ കിനാക്കൾക്കു നിന്നെയാണോ മലയേറെ ഇഷ്ടം. ചിങ്കിരി മുത്തല്ലേ എന്റെ ചിത്തിര കുഞ്ഞല്ലേ, കണ്ണാ നീ പോരാമോ എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലേ പിന്നെ പൂക്കാലം. കളിയാടാമീ കിളിമരത്തണലോരം, കളിയാടാമീ കിളിമരത്തണലോരം, കണ്ണാം തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂട്ടാമോ, നിന്നെ കൂടാതില്ലല്ലോ നിന്നുള്ളിൽ പൂക്കാലം. കളിയാടാമീ കിളിമരത്തണലോരം, കളിയാടാമീ കിളിമരത്തണലോരം, കണ്ണാം തുമ്പേ പോരാമോ എന്നോടിഷ്ടം കൂടാമോ. ആർക്കൊന്നും അറിയില്ല എനിക്ക് ഇഷ്ടം പറയുന്നതാണ്. അടിപൊളിയായിരുന്നു. താരാട്ടുപാട്ട് പോലെ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? യെസ് മാം. ഓക്കെ. അപ്പൊ കോൺവെക്കേഷൻ വരുമ്പോ എല്ലാവരും പാട്ടും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ, പാട്ടും ഡാൻസ് ഒക്കെ. ആരും മടിച്ചു നിൽക്കാൻ പാടില്ല. ഓക്കെ. അപ്പൊ പ്രസീത, ലുഗ്ന അവരൊക്കെ കോർഡിനേറ്റ് ചെയ്യാ. ചിക്കു വേണം. ചിക്കുവിന്റെ ഇന്നത്തെ പ്രോഗ്രാമിൽ ചിക്കുവിന്റെ ചോദ്യങ്ങളും കുസൃതി ചോദ്യങ്ങളൊക്കെ ആണല്ലോ. ഓക്കെ. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ഡാൻസ് നല്ലായിരുന്നു. അടിച്ചു പൊളിച്ച് കളിച്ചു അല്ലേ അവര്. ഒരു സ്റ്റേജ് ഫിയറോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഇതുപോലെ തന്നെ കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കാട്ടോ, സ്റ്റേജും ഇതൊക്കെ കാണിച്ച്. അതുപോലെ തന്നെ എന്ത് പ്രോഗ്രാം ആയാലും കുഞ്ഞുങ്ങളെയും നിങ്ങളുടെ ഒപ്പം തന്നെ ചേർത്തുകൊണ്ട് നിങ്ങൾ ഏത് ഇപ്പൊ സ്കൂളിലായാലും അവരെ പഠിപ്പിക്കാൻ നോക്കാം, പങ്കെടുപ്പിക്കാനായിട്ട് നോക്കാം. ഓക്കെ. അപ്പോ നല്ലൊരു പ്രോഗ്രാം ഒക്കെ ആയിരുന്നു. കുറച്ചു പേരുടെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നല്ലോ, പാവം മഞ്ജു ഒക്കെ ശരിക്കും പറഞ്ഞാലുണ്ടെങ്കിൽ ഒരു നമുക്കൊരു ഓളായാന് അല്ലെ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പരിപാടിക്ക് മഞ്ജുക്ക് ഉണ്ടായിരുന്നു. ശരിക്കും ഒരു തമാശയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും മഞ്ജുവിന്റെ ഒക്കെ ഒരു കുറവുണ്ടായിരുന്നു. ഞാൻ എന്തായാലും അന്വേഷിച്ചൊന്ന് പറഞ്ഞേക്കട്ടോ ചിക്കു. ഓക്കെ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ. താങ്ക് യു. താങ്ക് യു മാം. ഓക്കെ.